ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് ചെയ്ത് നല്ല ശീലമാണ് എന്ന് മലയാളത്തിൽ നമ്മൾ പറയും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബി യൂസ്ഡ് ടു പ്ലസ് വെർബ് പ്ലസ് ING ഫോം. ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഫോംസ് ഓഫ് ബി. ആം, ഈസ്, ആർ എന്നിവയാണ് ബിയുടെ ഡിഫറൻറ്റ് ഫോംസ്. ഓരോന്നും യൂസ് ചെയ്യുന്നതിന് പ്രത്യേകം കണ്ടീഷനുണ്ട്. ഹി, ഷീ, ഇറ്റ് എന്നിവ വരുമ്പോൾ ഈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐയുടെ കൂടെ ആമാണ്. യു, വി, ദേ എന്നിവ വരുമ്പോൾ ആറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതും പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം ഇപ്രകാരമുള്ള സെൻറ്റൻസുകൾ പറയുമ്പോൾ. അവൾക്ക് പാചകം നല്ല ശീലമാണ്. ഷീ ഈസ് യൂസ്ഡ് ടു കുക്കിംഗ്. അവിടെ ഷീ കഴിഞ്ഞിട്ട് ബിയുടെ ഫോമായിട്ടുള്ള ഈസ് ചേർത്തിരിക്കുന്നു. അതിനുശേഷം യൂസ്ഡ് ടു, അത് കഴിഞ്ഞിട്ട് കുക്ക് എന്ന് പറയുന്ന വെർബിൻ്റെ ING ഫോം കുക്കിംഗ്. അവന് കൊണ്ടും കൊടുത്തും നല്ല ശീലമാണ്. ഹീ ഈസ് യൂസ്ഡ് ടു ഗിവിങ് ആൻഡ് ടേക്കിംഗ്. അടുത്തത് ക്വസ്റ്റ്യൻ ഫോമാണ്. താങ്കൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് നല്ല ശീലമുണ്ടോ? അതൊരു ക്വസ്റ്റ്യൻ ഫോമിലാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ പറയും? ആർ യു യൂസ്ഡ് ടു സ്പീക്കിംഗ് ഇംഗ്ലീഷ്? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ബിയുടെ ഫോം വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ യു യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആറാണ് ബിയുടെ ഫോം. നെഗറ്റീവ് സെൻറ്റൻസ്, അതിൻ്റെ ഒരു ഫോർമാറ്റാണ് ബി നോട്ട് യൂസ്ഡ് ടു പ്ലസ് വെർബ് പ്ലസ് ING. അയാൾക്ക് തറയിൽ കിടന്നുറങ്ങി നല്ല ശീലമില്ല. ഹി ഈസ് നോട്ട് യൂസ്ഡ് ടു സ്ലീപ്പിംഗ് ഓൺ ദ ഫ്ലോർ. അവൾക്ക് നടന്ന് ശീലമില്ല, അല്ലെങ്കിൽ അവൾക്ക് വ്യായാമം ചെയ്ത് നല്ല ശീലമില്ല. ഷീ ഈസ് നോട്ട് യൂസ്ഡ് ടു വാക്കിംഗ് ഓർ ഷീ ഈസ് നോട്ട് യൂസ്ഡ് ടു ടേക്കിംഗ് എക്സർസൈസസ്. വാക്ക് എന്ന് പറയുന്ന വെർബിൻ്റെ അല്ലെങ്കിൽ ടേക്ക് എന്ന് പറയുന്ന വെർബിൻ്റെ ING ഫോമാണ് ചേർത്തിരിക്കുന്നത്. ഐ ആം നോട്ട് യൂസ്ഡ് ടു ജോക്സ് ഓർ ജാബറിങ്. എനിക്ക് വാചകമടി നല്ല ശീലമില്ല. ഇനി അടുത്തതായിട്ട് ഭക്ഷ്യ സാധനങ്ങളെപ്പറ്റി പറയുമ്പോൾ, നമ്മൾ കഴിക്കുന്ന ഫുഡിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ വെർബ് പ്ലസ് ING ഫോം ചേർക്കണ്ട. ഡയറക്റ്റ് ഫുഡ് ഐറ്റംസ് അങ്ങ് ചേർത്താൽ മതി. ഓക്കെ. തമിഴ്നാട് ആഹാരം എനിക്ക് പിടിക്കത്തില്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു തമിഴ്നാടു ഫുഡ്. ഓക്കെ, അവിടെ വെർബ് ING ഫോം ചേർത്തിട്ടില്ല. എനിക്ക് പോർക്ക് കഴിച്ച് ശീലമില്ല. ഐ ആം നോട്ട് യൂസ്ഡ് ടു പോർക്ക്. മനസ്സിലായി കാണുമല്ലോ. എനിക്ക് കേരള ഫുഡ് കഴിച്ചേ ശീലമുള്ളൂ. ഐ ആം ഓൺലി യൂസ്ഡ് ടു കേരള ഫുഡ്. ഐ ആം ഓൺലി യൂസ്ഡ് ടു കേരള ഫുഡ്. നിനക്ക് പോർക്ക് കഴിച്ച് ശീലമുണ്ടോ? ആർ യു യൂസ്ഡ് ടു പോർക്ക്? ഇവിടെയാണേലും ക്വസ്റ്റ്യൻ ഫോമിനകത്ത് നമ്മൾ യു യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് ആറിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ബി യൂസ്ഡ് ടു പ്ലസ് വെർബ് പ്ലസ് ING ഫോം നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ താങ്ക് യു.